നമസ്കാരം. വർദ്ധിച്ചു വരുന്ന ലഹരി ഒരു വിപത്ത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ. അത് വിദ്യാഭ്യാസത്തിന്റെ ചുവടിലേക്ക് വയ്ക്കുമ്പോൾ, അതായത് ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ മുതൽ ലഹരി എന്ന ആ ഒരു കൊലയാളി സ്കൂൾ വിദ്യാർത്ഥികളെ അടക്കം കോളേജ് വിദ്യാർത്ഥികളെ അടക്കം ഒരിമ വെട്ടാതെ പിന്തുടരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനെയൊക്കെ തടയിടാൻ വേണ്ടി സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പും പല പ്രയത്നങ്ങളും പല പദ്ധതികളും ആവിഷ്കരിക്കുമ്പോൾ ഇതൊന്നും ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന സർക്കാരിൻ്റെ വിമുക്തി പദ്ധതി പ്രകാരം ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ചുറ്റളവിലെല്ലാം 300 മീറ്ററിനുള്ളിൽ എല്ലാം ലഹരി നിരോധിത കേന്ദ്രങ്ങളായി പ്രവർത്തിക്കണമെന്ന് കോടതിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉത്തരവുകളുണ്ടെങ്കിലും അതൊന്നും തന്നെ പരിശോധന നടക്കുന്നില്ല. കടകളുടെ മുന്നിലും അതുപോലെ ഹോട്ടലുകളുടെ മുന്നിലും സ്കൂൾ പരിസരത്തുമുള്ള സ്ഥാപനങ്ങളെല്ലാം ലഹരി ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്ന് അവർ ഒട്ടിച്ചു വെക്കുമെങ്കിലും ഒളിച്ചും പാഴ്ത്തുമൊക്കെ നിരോധിത ലഹരി വസ്തുക്കളായ പാൻ മസാലയും സിഗരറ്റും ഉൾപ്പെടെയുള്ള എല്ലാ ലഹരികളും കൊടുക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ലഹരികൾ ഇങ്ങനെ ഓരോ ദിവസം വരുന്നു, ഇതിനെതിരെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആർപി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്? കാരണം നമുക്കറിയാം 2-3 മാസത്തിന് മുന്നെയാണ് കോഴിക്കോട് ഈങ്ങാമ്പുഴ ഒരു വിദ്യാർത്ഥി ലഹരിക്ക് പൈസ ചോദിക്കാത്തതുകൊണ്ട് വീട്ടമ്മയെ വെട്ടിക്കൊന്നത്. ലഹരിക്കെതിരെ ഓരോ ആക്രമണങ്ങൾ നടക്കുന്നു. ഗോകുല, അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം. കാരണം കേരളത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു എന്നുള്ളതിന് വളരെ കൃത്യമായ തെളിവുകൾ, വളരെ കൃത്യമായ സൂചനകൾ, കണക്കുകൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി, അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായി നമ്മൾ കാണുന്നത് ലഹരിയും കുറ്റകൃത്യത്തിൽ വന്നിട്ടുള്ള ബന്ധവുമാണ്. അത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, കാണാത്ത, അല്ലെങ്കിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. ഇപ്പോൾ അമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്നു, അയൽക്കാരെ ഒരു കാര്യവുമില്ലാതെ ചെറിയ വഴക്കുകളുടെ പേരിൽ വീട്ടിൽ കയറി 2-3 പേരെ ഒരുമിച്ച് കൊന്നുകളയുന്നു, അച്ഛനെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു. ഇതെല്ലാം ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കാര്യമായ തകരാറ് നമ്മുടെ സമൂഹത്തിൽ ലഹരി ഉപയോഗം കൊണ്ട് സംഭവിച്ചിരിക്കുന്നു എന്നാണ്. മാവേലിക്കരയിൽ കഴിഞ്ഞ 1-2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഒരു കൊച്ചു കുട്ടിയെ സ്വന്തം അച്ഛനാണ് ഇല്ലാതാക്കി കളഞ്ഞത്. ആ അച്ഛനും ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വലിയ സർവ്വവ്യാപിയായിട്ട് മാറുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ നമ്മളുടെ പൊതുജനവും നമ്മളുടെ സർക്കാർ സംവിധാനങ്ങളും ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി, ഈ സിറ്റുവേഷൻ്റെ ഒരു സീരിയസ്നെസ് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ഈ ലഹരികൾ ഇങ്ങനെ വരുമ്പോഴും ഇത് എവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളത് പോലീസിനോ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനോ എക്സൈസിനോ അറിഞ്ഞൂടാ. ഈ കുറച്ച് മാസത്തിനും എനിക്കൊന്ന് കഴിഞ്ഞ വർഷം നവംബർ-ഡിസംബറാണ് കുട്ടികൾ വിനോദയാത്രയ്ക്ക് പോയപ്പോൾ സമയത്ത് ഇടുക്കിയിൽ കുറച്ച് കുട്ടികൾ ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുക വലിക്കാൻ വേണ്ടി ചെന്നിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിൽ ചെന്നിട്ട് മുമ്പ് ചെന്നിട്ട് മാമ തീപ്പെട്ടി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സംഭവം വരെ എത്തിയത്. കുട്ടികൾക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു പിടിയില്ലെന്നേ. അവരെ നിരപരാധികളാണ്. അവരുടെ ബുദ്ധി വളർച്ച പൂർണ്ണമായിട്ടില്ല. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അവർക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പലരും കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഒരു ഹീറോ ആവാനും ധൈര്യശാലിയാണെന്ന് കാണിക്കാനും ഒക്കെ തുടങ്ങി വെക്കുന്നതാണ് സ്വന്തം ജീവിതം തന്നെ കരിച്ചു കളയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ഇതിനകത്തെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ വിഷയമാണ്. നമ്മൾ ലഹരിയെ സംബന്ധിച്ച് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പല കാര്യങ്ങൾ നടത്തുന്നു. ബോധവൽക്കരണം നടത്തുന്നു, കൂട്ടയോട്ടം നടത്തുന്നു, പോസ്റ്റർ ക്യാമ്പയിൻ നടത്തുന്നു, സ്കൂളുകളിൽ പ്രത്യേക സെഷൻസ് കൊടുക്കുന്നു. ഇതൊക്കെ നല്ലതാണ്, ആവശ്യമാണ്. പക്ഷേ ഇതിനപ്പുറം മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഇതുകൊണ്ട് മാത്രം തീരുന്നതാണോ ഈ പ്രശ്നം? അല്ല, ഒരിക്കലുമല്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അറസ്റ്റുകൾ നിങ്ങളെടുക്കുക. ഒന്നീ ലഹരി ഉപയോഗിച്ചവർ, അതല്ലെങ്കിൽ ഈ ലഹരി കൊണ്ടു കൊടുക്കുന്ന വിതരണക്കാർ. അത് ഏറ്റവും താഴേക്കടയിലുള്ള ചെയിനിലെ ഏറ്റവും താഴെയുള്ള ആളാണ്. അതായത് നേരിട്ട് ഒരു ഉപഭോക്താവിന്, സ്കൂൾ കുട്ടിയാവട്ടെ യുവാക്കളാവട്ടെ, അവരുടെ കയ്യിൽ ഈ ലഹരി കൊണ്ട് എത്തിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ചങ്ങലയിലെ ശൃംഖലയിലെ ഏറ്റവും അറ്റത്തെ ആളാണ്. അയാളെ പിടിക്കുന്നതോടെ ഈ കേസ് തീരുകയാണ്. എവിടെങ്കിലും കാര്യമായി ഒരു ഡ്രഗ് മാഫിയ തലവനെ, അല്ലെങ്കിൽ തലവൻ വേണ്ട, അയാളുടെ ഒരു കൂട്ടാളിയെയെങ്കിലും നമ്മൾ കേരളത്തിൽ പിടിച്ചിട്ടുണ്ടോ? ഒരാളെയും പിടിച്ചിട്ടില്ല.
നമ്മളീ പിടിക്കുന്നത് 5 കിലോ 2 കിലോ കഞ്ചാവ് കൊണ്ട് കൊടുക്കുന്നവൻ, അല്ലെങ്കിൽ MDMA-യുടെ 10 പാക്കറ്റ് കൊണ്ട് കൊടുക്കുന്നവനെയൊക്കെയാണ് പിടിക്കുന്നത്. അവനെ പിടിച്ചുകൊണ്ട് ഈ പ്രശ്നം തീരില്ല. അവൻ്റെ സ്ഥാനത്ത് നാളെ വേറൊരു 10 പേര് വരും. പിടിക്കേണ്ടത് ഇതിൻ്റെ സോഴ്സിലാണ്, ഇത് കേരളത്തിലേക്ക് വരുന്ന വഴികളിലാണ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയയാണ്. അതിനൊരു ശ്രമം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അതായത് വലിയ തിമിംഗലം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊരു മണി ചെയിൻ, തട്ടിപ്പ് പോലെ ഒരു ചെയിനാണ്. അതായത് ഒരു വലിയൊരു മെയിൻ ഹാള്, ഒരു ഹബ്ബ് ഇതിനകത്തുണ്ട്. ആ ഹബ്ബിൽ നിന്ന് രണ്ടാമത്തെ ഒരാൾ ഈ ഡ്രഗ്സ് വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നു. അയാൾ കൊണ്ട് വേറൊരു സ്ഥലത്ത് കൊടുക്കുന്നു. ആ രണ്ടാമത്തെ വ്യക്തി ഇത് കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നു. കുട്ടികൾ ഇത് ചെറിയ തുകയ്ക്ക് വിറ്റ് പൈസയാക്കും. അങ്ങനെ പോകുന്നു. അവർക്ക് പല കുട്ടികളും ഇതിന്റെ വിതരണക്കാരും കൂടെ ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു അല്ലേ? ആ റിപ്പോർട്ട് നേരത്തെ ഗോകുൽ പറഞ്ഞ റിപ്പോർട്ടിൽ അതും പറയുന്നത് വളരെ വളരെ വ്യക്തമാണ്. അപ്പൊ ഇത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പം പാകിസ്ഥാൻ കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു വലിയ മാഫിയ ഉണ്ട്. അത് മെക്സിക്കോയിലെയും നമ്മൾ കേട്ടിട്ടുള്ള തെക്കേ അമേരിക്കയിലെയും മാഫിയ പോലെ ഒരു വലിയ മാഫിയയാണ്. ആ മാഫിയയുടെ ചില ബോട്ടുകളൊക്കെയാണ് 1 വർഷം മുമ്പ് നമ്മൾ ലക്ഷദ്വീപ് തീരത്ത് നിന്ന് മാറി പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തത്. അതിൽ മുഴുവൻ കള്ളക്കടത്ത് സാധനങ്ങളായിരുന്നു, ഈ പറയുന്ന ലഹരി വസ്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാഫിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ ഭാരതത്തിൻ്റെ ദക്ഷിണ ഭാരതത്തെ പിടിമുറുക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് കറാച്ചിയിൽ നിന്ന് നേരിട്ട് ഇത് ഇവിടെ എത്തിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ലാൻഡ് റൂട്ട്, സീ റൂട്ട്, ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾ പഞ്ചാബിൻ്റെ കാര്യം എടുക്കുക. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ അധികാരികൾ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ് പഞ്ചാബിനെ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് പഞ്ചാബ് പൂർണ്ണമായിട്ട് പഞ്ചാബ് ലഹരി മാഫിയയുടെ കീഴിലാണ്. പഞ്ചാബ് ഒരു അതിർത്തി സംസ്ഥാനമാണ്. അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ലഹരി വസ്തുക്കൾ പാകിസ്ഥാൻ വഴിയാണെന്നൊക്കെ നമുക്കറിയാം. എന്നിട്ട് പോലും അത് നേരെ ചൊവ്വേ അത് പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് തുടക്കകാലത്ത്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിയല്ല, കരമാർഗം കൊണ്ടുവരാം, കടൽ മാർഗം കൊണ്ടുവരാം, അങ്ങനെ പല വഴികളുണ്ട്. നമുക്ക് ഇത്രയും തീരമുണ്ട്. അപ്പോൾ വലിയ അപകടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് അധികാരികൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, അതായത് ഈ അതിഥി തൊഴിലാളികളെന്ന് സംസ്ഥാന സർക്കാർ വിശേഷിപ്പിക്കുന്ന ഇവർ എത്തിയതോടുകൂടിയാണ് ഈ ലഹരി മാഫിയകളുടെ ഒരു കുത്തൊഴുക്ക് കേരളത്തിലുണ്ടായത് എന്ന് തന്നെ തോന്നുന്നു. കാരണം ഇവർക്ക് വലിയ രീതിയിൽ ഇവർ ഉപയോഗിക്കുന്നത് നിരോധിത പുകയിലാണ് 24 മണിക്കൂറും. ഇവർക്ക് ഇപ്പം ഒഡീസ, ഛത്തീസ്ഗഡ് തുടങ്ങിയ കേന്ദ്രങ്ങളിലൊക്കെ വലിയ തോതിൽ കഞ്ചാവ് കൃഷി ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഇവർക്ക് റോഡ് മാർഗം വഴി എളുപ്പത്തിൽ ഇവർക്ക് കൊണ്ടുവരാം എന്നതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ ഒരു ഹബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം നമുക്ക് പെരുമ്പാവൂരൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ഈ ലഹരി മാഫിയയുടെ തന്നെ ഒരു കേന്ദ്രമായി അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ ലഹരി മാഫിയയുടെ ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുമ്പോൾ ഇതൊന്നും നമ്മുടെ സംസ്ഥാന ഇൻ്റലിജൻസ് അറിയുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇല്ല, അറിയുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംവിധാനം കൂടെ വേണ്ടേ? നമ്മളുടെ എക്സൈസിന് വലിയ പരിമിതിയുണ്ട്, നമ്മുടെ പോലീസിന് വലിയ പരിമിതിയുണ്ട്. ഈ പരിമിതികൾ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ വേണം. ആ ആക്ഷൻ പ്ലാൻ ഇല്ല. ആ ആക്ഷൻ പ്ലാൻ ഇല്ലാത്തത് തന്നെയാണ് ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യം പറഞ്ഞത്. അത് വളരെ കറക്റ്റാണ്. അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കാം ഇതിൻ്റെ വ്യാപനം കൂടുതൽ വർദ്ധിച്ചതിൻ്റെ പ്രധാന കാരണം. പക്ഷേ നമ്മുടെ പ്രശ്നം നമ്മുടെ സ്കൂൾ കുട്ടികളാണ്. ഇപ്പോൾ പഞ്ചാബിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പഞ്ചാബിൽ 60 ലക്ഷം തൊട്ട് 70 ലക്ഷം വരെ മനുഷ്യരാണ് ലഹരിക്ക് അടിമയായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിലേതാണ്ട് 7 ലക്ഷത്തോളം കുട്ടികളാണ്. കേരളത്തിൽ തന്നെ കണക്കുകൾ നേരത്തെ പറയുന്നത് കേട്ടു. ഇന്ത്യയിൽ തന്നെ 20 വയസ്സിന് മുമ്പുള്ള 13% കുട്ടികളും ലഹരി ഉപയോഗിച്ചിട്ടുള്ളവരാണ്. കേരളത്തിൽ ഇത് വളരെ കൂടുതലാണ്. നേരത്തെ ഇതിൻ്റെ കണക്കുകളുണ്ടല്ലോ, അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ആ കണക്കുകളൊക്കെ നോക്കിയാൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് കേരളത്തിൽ ഒരു വലിയ വിഷയമാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു വിഷയമുണ്ട്. സ്കൂൾ കുട്ടികളിലേക്ക് ഇത് എത്തുന്നത് തടയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിപ്പോൾ സമൂഹത്തെ ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങളിലേക്ക് കൂടി, ക്രിമിനൽ മെൻറ്റാലിറ്റി കൂടി സമൂഹത്തിൽ വർദ്ധിക്കാൻ ഇതൊരു കാരണമായിട്ടുണ്ട്. അതായത് ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളുടെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുമ്പോൾ തന്നെ 20 കിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പുകയില വസ്തുക്കൾ പോലീസ് തന്നെ പിടിച്ചെടുക്കുന്നുണ്ട്. കാര്യം വിമുക്തിയുടെ ഒരു റിപ്പോർട്ട്, ഒരു ഡേറ്റാബേസ് വരുമ്പോൾ അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് തിരുവനന്തപുരമാണെങ്കിൽ ന്യൂ ജനറേഷൻ ഡ്രഗ്സുകളായ മെറ്റാഫിറ്റിൻ, ആൽഫറ്റിൻ, LSD, MDMA ഇതെല്ലാം ഉപയോഗിക്കുന്ന ന്യൂ ജനറേഷൻ ഡ്രഗ്സ് എല്ലാം ഉപയോഗിക്കുന്നത് എറണാകുളമാണ്.
അതായത് കുട്ടികൾക്കിപ്പോൾ കഞ്ചാവിനോട് താല്പര്യമില്ല, അതൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് കൂടുതലും LSD സ്റ്റാമ്പ് MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനാണ് കുട്ടികൾ താല്പര്യപ്പെടുന്നത് എന്നതാണ് പല മാതാപിതാക്കൾക്കും കണ്ടാൽ പോലും തിരിച്ചറിയാൻ വയ്യാത്ത സിന്തറ്റിക് ഡ്രഗ്സ് ആണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഈ കഞ്ചാവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അതൊരു ചവിട്ടുപടി മാത്രമാണ്. കഞ്ചാവ് വളരെ തുടക്കത്തിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ആവശ്യമുള്ളത്. അതിനപ്പുറത്തെ ലഹരി തേടിയാണ് ഓരോ ചെറുപ്പക്കാരും പോകുന്നത്. അപ്പോൾ അതിനകത്ത് യാതൊരു സംശയമില്ല, ഇത് നമ്മൾ പഞ്ചാബിൻ്റെ വഴിയെ തന്നെ നീങ്ങുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിപ്പോൾ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നു. ഈ കണക്കുകൾ തന്നെ പൂർണ്ണതയുള്ള കണക്കാണെന്ന് എന്തുറപ്പാണ് ഉള്ളത്? ഇല്ല, ഇത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കണക്കാണ്. ഇപ്പോൾ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇതിൽ കൂടുതലായിരിക്കും കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇത് ഇനി ഇതിനകത്ത് ചെയ്യേണ്ട എന്താണ് എന്നും കൂടി നമുക്ക് ഈ വിഷയം അറിയാം, ഇതിൻ്റെ അപകടം എന്താണെന്നറിയാം, ഇതിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്നറിയാം. കേരളത്തിലെ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും ഇത് സംബന്ധിച്ചുണ്ടാകുന്നത് ഇപ്പോൾ റാഗിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പണ്ടും റാഗിങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ റാഗിങ്ങിന് ഇരയാകുന്ന വിദ്യാർത്ഥികളെക്ക് നേരെ പ്രയോഗിക്കുന്ന ക്രൂരമായ മർദ്ദനമുറ. സിദ്ധാർത്ഥിൻ്റെ മരണം നമുക്കൊരു വലിയ പാഠമായിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കൊണ്ട് ടോയ്ലറ്റ് നക്കി എടുപ്പിക്കുക, ഇത്തരം വൃത്തികെട്ട അങ്ങേയറ്റം പൈശാചികമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ആ മെൻറ്റാലിറ്റി, ക്രിമിനൽ മെൻറ്റാലിറ്റി എന്തുകൊണ്ടുണ്ടാവുന്നു? അതും ഒരുപക്ഷെ ഡ്രഗ്സിൻ്റെ ഒരു സ്വാധീനമാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം പറഞ്ഞ മെറ്റാഫിറ്റിൻ, ആൽഫാഫിറ്റിൻ, LSD, MDMA ഇതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് ലഹരി ഏതാണോ കിട്ടുന്നത്, അതായത് ഈ ഫെവിക്വിക്ക്, ഫെവിക്കോള് അങ്ങനത്തെയൊക്കെ ലഹരി കിട്ടുന്ന ഏതാണോ അത് കുട്ടികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഗോകുൽ, ഇതിനകത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ മരുന്ന് ഉപയോഗിക്കുന്നു, ഏതൊക്കെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇത് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു മെൻറ്റാലിറ്റിയായി വളരുന്നതാണ് പ്രശ്നം. അതിപ്പോൾ കഞ്ചാവ് കിട്ടിയില്ലെങ്കിൽ MDMA കിട്ടിയില്ലെങ്കിൽ ഫെവിക്വിക്ക്, ഇതിലേത് ഉപയോഗിച്ചാലും തകരുന്നത് ആ കുട്ടിയുടെ ജീവിതമാണ്. നാളെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഗുണമായി വരേണ്ട ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് ഇല്ലാതാകുന്നത്. അതുതന്നെയാണ് സമൂഹത്തിന് ഏറ്റവും വലിയ ഭീഷണി. ഇനി ഇത് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. പല രാജ്യങ്ങളിലും ചെയ്തിട്ടുള്ളതുപോലെ ഭരണകൂടം അതിശക്തമായിട്ട് ഇതിനെതിരെ നീങ്ങണം. അതിന് സാധാരണ നിയമങ്ങളും മറ്റു കാര്യങ്ങളും പോരാ. തീവ്രവാദം പോലെ, ഭീകരവാദം പോലെ, വിഘടനവാദം പോലെ ഒരു വലിയ ദേശീയ സുരക്ഷയെ, സമൂഹത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് എടുക്കണം. അതിന് ഒരു മൾട്ടി ഏജൻസി അപ്രോച്ച്, അതായത് ഈ ഇപ്പോൾ എക്സൈസ് ചെയ്യുന്നുണ്ട്, പോലീസ് ചെയ്യുന്നുണ്ട്, ക്യാമ്പയിൻ ചെയ്യാൻ മറ്റ് ഏജൻസികളുണ്ട്. ഇവരുടെ എല്ലാം ഒരു മൾട്ടി ഏജൻസി കോർഡിനേഷൻ ഒക്കെ ഉണ്ടാക്കി എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്ക് അടിസ്ഥാനങ്ങളിലും ഇവരൊക്കെ പ്രവർത്തിക്കുകയും ആൾക്കാരെ കണ്ടെത്താൻ സാധിക്കണം. ഇത് ആര് ഇവിടെ കൊണ്ടുവരുന്നു, ആ കടക്കൽ കത്തിവെക്കാൻ നിയമത്തിന് സാധിക്കണം. ഇതിൻ്റെ കൺവിക്ഷൻ റേറ്റും ഗൂഗിളെ നിങ്ങൾ തപ്പിയാൽ അറിയാം, കൺവിക്ഷൻ റേറ്റും വളരെ കുറവാണ്. ഈ കഞ്ചാവ് പിടിക്കുന്നു, അത് ഉടനെ തന്നെ ജാമ്യത്തിൽ പോകുന്ന പല ആൾക്കാരുമുണ്ട്. അപ്പോൾ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ്. ആ കൺവിക്ഷൻ റേറ്റ് കൂട്ടണം, അതിനുള്ള കൃത്യമായ സംവിധാനം ഉണ്ടാവണം. വെറും വിതരണക്കാരെ പിടിക്കാതെ ഇതിൻ്റെ പിന്നിലുള്ള വലിയ മീനുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവരെ തകർക്കാൻ സാധിച്ചാൽ മാത്രമേ കേരളത്തിന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും കുട്ടികളെ കാർന്ന് തിന്നുന്ന ഈ ഒരു ലഹരിയെ തടയുക തന്നെ വേണം. കാരണം ഇനി വരുന്ന ജൂണിൽ ലഹരി വിമുക്ത ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പെങ്കിലും നമുക്ക് ഇത്ര % ലഹരിയെങ്കിലും പിടിച്ചു, അതിന് നമുക്ക് തടയിടാൻ പറ്റിയെന്ന് സംസ്ഥാന സർക്കാരിന് നെഞ്ചുമിരിച്ച് പറയണമെങ്കിൽ അതിനുള്ള പണികൾ ഇപ്പോൾ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസും തുടങ്ങിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. നമസ്കാരം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.